ഞാൻ എഴുതിയ ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. അർബുദം. വാമദേവൻ മാഷിന്റെ ഓർമ്മ പോയിക്കൊണ്ടിരുന്നു. തലയ്ക്കടിപെട്ടതാണ്. നിർത്താതെയുള്ള നിലവിളി കേൾക്കണുണ്ട് ഉച്ചത്തിൽ. ശശികല വന്ന് അടുത്തിരുന്നു വെള്ളം തൊട്ട് നാവിൽ നനയ്ക്കുകയാണ്. തലക്കേറ്റ ക്ഷതം കൊണ്ട് ചെറിയ ഓർമ്മ പിശകുണ്ട്. ഡോക്ടർമാർ പോലും വിധി എഴുതിയതാണ്. സന്ധ്യാനാമം ചൊല്ലുമ്പോൾ അത് ആസ്വദിച്ചിരിക്കാറുള്ളതാണ് മാഷ്. ഇപ്പോൾ ഒന്ന് പിടിച്ചിരുത്താൻ പോലും ആകാത്ത രീതിയിലായി കിടപ്പ്. ആ ദിവസം ഓർക്കുമ്പോൾ കണ്ണാകെ നിറയും. ഇപ്പോൾ ഇതാ ഒന്നൊഴിയാതെ രോഗങ്ങളായി മാഷിനെ പിന്തുടരുകയാണ്. ഒരു തൊട്ടാവാടിയുടെ സ്വഭാവമുള്ള മാഷാണ് ഇപ്പോൾ ഈ ഗതിയായത്. ജോലി ചെയ്യുന്ന സമയത്ത് ആരോ വന്നു പറഞ്ഞു, ശശികല മേഡത്തെ വിളിക്കുകയാണ്. എന്തെന്ന് തിരക്കാതെ ക്യാബിനിൽ നിന്ന് കണ്ണട എടുത്തു വെച്ചു. ഒറ്റ ഓട്ടമാണ്. അപ്പോൾ പുറത്ത് കാറുമായി ഡ്രൈവർ ജോൺ നിൽക്കുകയാണ്. എന്താ ജോൺ? സാറിന് സുഖമില്ല, മാഡത്തെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഹോസ്പിറ്റൽ പോകാനായിട്ടാ. അവർ അകത്തു കയറി പെട്ടെന്ന് ബാഗ് എടുത്തു. മറ്റൊന്നും നോക്കിയില്ല. ആകെ തളരും പോലെ കൈയും കാലും. എല്ലാവരും ഒന്നുമില്ല മാഡം, പോയി വരാൻ പറഞ്ഞു. അവരുടെ അനുവാദത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങി. ആകെ ഒരു മകൾ. അവൾ വിവാഹിതയാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. ഭർത്താവും അതേ ജോബാണ്. അവർ പെട്ടെന്ന് ഓടി വരാനാകില്ല. സമയം കിട്ടുമ്പോഴൊക്കെ വരവുണ്ട്. കുറച്ചു നാളായി അവർ വന്നിട്ട് പോയതുമുണ്ട്. പുറത്തു വന്ന മാഡം ജോണിനോട്, മാഷ് എവിടെയാ? സാറിൻ്റെ വണ്ടി ചെറുതായൊന്ന് തട്ടി. എന്ത് വണ്ടിയോ? എവിടെ വെച്ച്? മറ്റു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അവർ പെട്ടെന്ന് മോളോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അത് വേണ്ട, അവൾ വേദനിച്ചാലോ? അവൾ പോയത് തന്നെ കുറച്ച് നാളായിട്ടില്ല. അവർ നേരെ പോയത് സിറ്റി ഹോസ്പിറ്റലിലാണ്. അവിടെ എത്തി വണ്ടി നിർത്തി. പക്ഷേ മാഡം അപ്പോളേ തളർന്നിരുന്നു. അത്ര ജീവനാണ് രണ്ടാളും. മാഷിൻ്റെ സുഹൃത്തുക്കൾ പലരും മാഡത്തെ കണ്ടതും ഒന്നുമില്ലടോ എന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. എനിക്ക് മാഷിനെ ഒന്ന് കാണാനാകുമോ? പക്ഷെ അപ്പോഴൊന്നും എനിക്കായില്ല. ഐസിയിൽ നിന്ന് മണിക്കൂറുകളായി അവിടെ എത്തിയിട്ട്. ദിവസങ്ങൾ കഴിഞ്ഞു. ദൈവകൃപയാൽ ഡിസ്ചാർജുമായി. പക്ഷേ ഒരു മോളിൻ്റെ കോൾ വരാൻ വേണ്ടി കാത്തിരുന്നു ഞാനും. പക്ഷേ മോളുടെ കോൾ വന്നപ്പോൾ ഞാൻ ആകെ സങ്കടത്തിലായി. എന്ത് പറയണം അവളോടെന്ന്. എന്നാൽ അച്ഛന് മിണ്ടാട്ടമില്ല എന്ന് പറയാൻ മടിച്ചെങ്കിലും ഞാൻ ഓർത്തു, അച്ഛന് മകളെയും മകൾക്ക് അച്ഛനെയും കാണാൻ ആഗ്രഹം കാണില്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അവൾക്ക് അച്ഛനെ കാണാൻ വരണമെന്ന വാശിയായി. അവൾ ലീവ് എടുത്ത് ഭർത്താവിനെയും കൂട്ടി വന്നു. കുറച്ചു നാൾ നിന്നു. ആ സന്തോഷം അച്ഛൻ്റെ മുഖത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായി അവർ പോയ ശേഷം അയൽപക്കക്കാരുടെ സഹായം, അല്ലെങ്കിൽ മോളെ കോൾ വന്നാൽ ഓടി ഫോൺ എടുക്കുക മാഷാണ്. ഇപ്പോൾ അതൊന്നും അറിഞ്ഞില്ല. സമയം കിട്ടുമ്പോഴൊക്കെ മകളെ സുഹൃത്തുക്കൾ, മാഷിൻ്റെ വിദ്യാർത്ഥികൾ പലരും വരാറുണ്ട്. മാഷിൻ്റെ സ്വഭാവം നല്ല ശാന്ത രൂപമാണ്. ഒന്നിനോടും പരിഭവമോ പരാതിയോ ഇല്ലാത്ത ആളാ. മാഷ് എനിക്ക് ദൈവം തന്ന നിധി തന്നെയാണ്. മോള് വരണമെന്ന് അറിഞ്ഞാൽ അന്നേരം മുതൽ വീട്ടിലെത്തും വരെ വെപ്രാളമാ. എപ്പോഴാ എത്തുക? എൻ്റെ കുട്ടികൾ എന്ന് എപ്പോൾ വരണമെന്ന് പറഞ്ഞാലും മിണ്ടാതെ കിടന്ന് കണ്ണ് നിറയണ കാണാം. രാത്രിയാകുമ്പോൾ ശാരദ കൂട്ടുവരും. അവളെ മക്കളെല്ലാം ഗൾഫിലാണ്. അപ്പോൾ തനിച്ചാണ് താമസം. പണ്ട് മുതൽക്കേ വാമദേവൻ മാഷിനെ അവർക്ക് വലിയ ഇഷ്ടമാണ്. കാരണം കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ സഹായിക്കും. ഇന്നിവരേക്കാൾ അവർ ഉയർന്നു. പണ്ട് മാഷ് പറമ്പിൽ വരുമ്പോൾ കാത്തു നിൽക്കും മാഷിൻ്റെ കയ്യിൽ നിന്ന് ദാനം വാങ്ങാനായിട്ട്. മാഷ് കിടക്കയിൽ കിടന്നോർത്തു. ഒരു കുട്ടിയെ രക്ഷിക്കാൻ ഓടിയതാണ് തൻ്റെ സ്ഥിതി ഇത്തരമായത്. അമ്മയുടെ കൈ പിടിച്ചു നിന്ന കുട്ടി പെട്ടെന്ന് റോഡിലേക്ക് ഓടിയതാണ്. അപ്പോൾ എതിരെ വന്നതായിരുന്നു എൻ്റെ വരവ്. കുട്ടിയെ തട്ടിയിടാതെ രക്ഷിക്കാൻ നോക്കിയ കാരണം ഞാനാണ് വീണത്. കുട്ടിയാകെ പേടിച്ച് നിലവിളിച്ചു. മാഷിൻ്റെ വണ്ടി പോയിടിച്ചത് ഇലക്ട്രിക് പോസ്റ്റിലായി. അപ്പോൾ തന്നെ ബോധം പോയി. പിന്നെ ഇതൊക്കെയായി. നേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്ന് ആരൊക്കെ പറഞ്ഞറിഞ്ഞു. ICUവിൽ കുറേ ദിവസം കിടന്നു. ഡോക്ടർമാർ പോലും അതിശയിച്ചു. ഇത്ര ദിവസം പോലും ഞാൻ ജീവിക്കുമെന്ന് അവരാരും ഓർത്തു കാണില്ല. ഡിസ്ചാർജായി വീട്ടിൽ വന്നിട്ടും തലയിലെ വേദനയും മാറിയില്ല. മാസങ്ങളും വർഷങ്ങളായി. ഇപ്പോൾ ഇതാ അസുഖങ്ങളുടെയും വേദനയുടെയും കണ്ണീരിൻ്റെയും നാളായിരുന്നു മാഷിന്. പണ്ട് മാഷ് പ്രഭാത സവാരിക്ക് ഇറങ്ങും. അപ്പോൾ സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ അവർ പോകുമ്പോൾ ഇടയ്ക്ക് കയറി കേൾക്കും, മാഷിന് എങ്ങനെയുണ്ട്? തരക്കേടില്ല. ഭർത്താവിനെ പരിചരിക്കാനായി ജോലി രാജിവെച്ചിരിക്കുകയാണ്. മാഷിന് പെൻഷനായി. എന്നാലും കുട്ടികളുമായുള്ള ചങ്ങാത്തം കൊണ്ടാകാം എത്ര വേദനയിലും കൊച്ചുകുട്ടികളെ പോലെ പെരുമാറ്റം. എത്ര നാൾ ഇനിയും ഈ കിടപ്പാണെന്ന് ചോദിക്കും. ഇടയ്ക്ക് കഫത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ സ്വയം പ്രാർത്ഥിക്കും എടുക്കണേന്ന്. ഭാര്യയെ മകളെ ഓർത്താ വേവലാതെ. മകൾ നല്ല നിലയിലെത്തി. ഭാര്യ ഞാൻ പോയാൽ വീണ്ടും ഒറ്റയ്ക്കെന്നുള്ള ആശങ്ക. അത് പുറത്തു കാട്ടാറില്ല. എന്നാലും മാഷിൻ്റെ ദയനീയ നോട്ടം കാണുമ്പോൾ എനിക്കറിയാം
ഞാൻ പറയും, നമ്മൾ ഒരുമിച്ചേ ഉള്ളൂ യാത്ര, ഒരുമിച്ചാണ് നമ്മൾ ഈ വീട്ടിൽ വന്നത്. അപ്പോൾ ഞാൻ പരിപൂർണ സുഖത്തിലാണെങ്കിലും മനസ്സിൽ രോഗിയാ മാഷേ. നമ്മൾ ഒന്നിച്ചേ ഉള്ളൂ എന്നും ഇനിയും പോകാം. ഇടയ്ക്കിടെ കീമോതെറാപ്പി, റേഡിയേഷൻ കഴിഞ്ഞ ശേഷം വേദനകൾ കൊണ്ടുള്ള പിടച്ചിലാണെങ്കിലും ഭഗവാനെ കൈയെടുത്ത് നമിക്കാറുണ്ട് ആ കിടക്കയിൽ കിടന്ന്. ആക്സിഡന്റിന് ശേഷം മാഷിനെ പിന്തുടർന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കാണാത്തയാൾക്ക് തലക്കേറ്റ ക്ഷതം, പിന്നെ ഇതാ നിത്യ രോഗിയായി മാറി. ശാരദ ഓടി വരും, പെട്ടെന്ന് വന്ന് സഹായിക്കാറുണ്ട്. കാരണം അവരെ സഹായിച്ചത് കൂടുതൽ മാഷായിരുന്നു. മകളെ ഒപ്പം ആ ബിനുവും പഠിച്ചത്. ബീന മാത്രം നേരത്തെ ദാരിദ്ര്യം കൊണ്ട് കോൺവെന്റിൽ നിന്നാണ് പഠിച്ചത്. അതിനാൽ ഇന്ന് ഉയരങ്ങളിലെത്തി ഒക്കെയും പറഞ്ഞു കൊടുത്തത് മാഷായിരുന്നു. മാഷ് പലപ്പോഴും പറയും, ശാരദ ചേച്ചി എൻ്റെ പെണ്ണിന് കൂട്ടാകണം കേട്ടോ, അവൾ തന്നെയാണ് ഇന്നും കൂട്ട്. ബിഷപ്പിന്റെ മുന്നിൽ മാത്രം ശാരദ ചേച്ചി മുട്ടുമടക്കില്ല. പ്രായമേറിയപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് വല്ലപ്പോഴും അവിടെ ആകാരം ഉണ്ടാക്കുക. മാഷിന്റെ രോഗം കൂടിയപ്പോൾ കൂടെ കൂടെയുള്ള വരവ്. മാഷ് തന്നെ പറയും, ഈ രോഗം എന്നെയും കൊണ്ടേ പോകൂ. വഴിയാത്രയെ കണ്ട ആ കുട്ടിയെ ഇന്നും മാഷിനെ മറക്കാനാകില്ല. കാരണം അവൾ കാരണമല്ലേ തനിക്ക് ഈ ഗതിയായത്. എങ്കിലും ഞാൻ വയസ്സനാണ്, ആ കുട്ടി രക്ഷപ്പെട്ടല്ലോ. അവൾ എൻ്റെ മോളാണെങ്കിൽ അവൾക്ക് എന്തേലും പറ്റിയാൽ നമ്മൾ സഹിക്കുമോ എന്നോർത്ത് സമാധാനിക്കും. അർബുദം ബാധിച്ചാൽ ആ വ്യക്തി മരിക്കുക നല്ലതെന്ന് ഡോക്ടേഴ്സ് പറയും. പക്ഷേ മാഷിന്റെ ജീവൻ എങ്ങനെയും താൻ കണ്ണടയും വരെ വേണമെന്ന വാശിയായിരുന്നു. മാഷാണെങ്കിൽ തിരിച്ചും. പക്ഷേ അത് ആശിച്ച മാഷിന് ആദ്യം വിട പറയേണ്ടി വരുമോ എന്ന് ഗതിയായി വരികയാണ്. ശാരദയും മേഡവും ഒരുമിച്ചിരുന്ന് പറയും മാഷിന്റെ ഓരോ കാര്യങ്ങൾ. അത് കേട്ട് മാഷ് തനിയെ കരയും. ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാഷ് എന്ന വാക്ക് കേട്ടാൽ അറിയാം തന്നെക്കുറിച്ചാകും രണ്ടാളും പറയുകയെന്നത്. അപ്പോൾ മുഖത്ത് താനെ ചിരി പടരും. ആ നേരം ഉറക്കെ നെടുവീർപ്പിട്ട് ഒറ്റയിറക്കമാ. അത് മാഷെന്ന് ഭാര്യ വിളിക്കും വരെയും ഉറങ്ങുക പതിവാ. ശാരദ പറയും, കണ്ടോ മാഷ് ഉറങ്ങി. അതാ ശശികല കൊച്ചോട് മാഷിന് ഇപ്പോഴും എന്താ സ്നേഹം. അത്ര നന്മയും കരുണയും സ്നേഹമുള്ള സാറാണേ. നിങ്ങളെ ദൈവം പോലും പിരിക്കില്ല. ഒരുമിച്ച് തന്നെയാകും പോവുക. ഞാൻ പ്രാർത്ഥിക്കുകയാണ് ശാരദേച്ചി. മകൾക്ക് തുണയുണ്ടല്ലോ. എന്നെ കൈപിടിച്ച് ഇവിടെ വരെ എത്തിച്ച എൻ്റെ മാഷാണ്. അപ്പോൾ മാഷിനെ തനിച്ചാക്കി ഞാൻ എങ്ങോട്ട് പോകാനാ? ഒരുമിച്ച് പോയില്ലേലും അധികം ഞാൻ ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥനയേ ഉള്ളൂ ഇപ്പോൾ. കുടുംബം എന്നാൽ ഇതുപോലെ ആയിരിക്കുക. പിന്നെ ഡ്രൈവിംഗ് വളരെയധികം ശ്രദ്ധിക്കുക. കൊച്ചുകുട്ടികളെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാതിരിക്കുക. അവരെ റോഡിൽ എങ്ങനെ സഞ്ചരിക്കണമെന്ന് പഠിപ്പിക്കുക. ഒരു ജീവനും ആപത്ത് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. കുട്ടികളെ പോലെ മുതിർന്നവരും ജാഗ്രത പാലിക്കുക. വേഗത കുറിച്ച് വണ്ടി ഓടിക്കുക. വേഗത കുറിച്ച് തന്നെ വണ്ടി നിരത്തിലിറക്കാൻ ശ്രമിക്കുക. ആ മാഷ് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കുഞ്ഞിന്റെ ജീവൻ കൂടെ പൊലിഞ്ഞേനെ. ആ മാഷ് ആപത്ത് ആയെങ്കിലും മറ്റൊരാളുടെ ജീവൻ അയാൾ ശ്രദ്ധിക്കുകയാണ് ചെയ്തത്. നിങ്ങളും അതുപോലെ നിരത്തിലിറക്കുന്ന ഓരോ വണ്ടിയും ഓരോ ജീവനും അപകടത്തിലാണെന്നും കൂടെ മറക്കാതിരിക്കുക. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്.